ഹായ്, എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സ്റ്റാർട്ടപ്പിനെ ഫണ്ടിംഗ് കണ്ടെത്തുന്നത് ഒരു വലിയ മലകയറ്റം പോലെ തോന്നുന്നുണ്ടോ? പേടിക്കേണ്ട, സത്യത്തിൽ അതൊരു വലിയ കടമ്പയൊന്നുമല്ല. കയ്യിലൊരു നല്ല റോഡ് മാപ്പ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ലക്ഷ്യത്തിലെത്താവുന്ന ഒരു യാത്രയാണിത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന് ആവശ്യമായ മൂലധനം നേടാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊരുമിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ 5 പ്രധാന സ്റ്റോപ്പുകളുണ്ട്. ആദ്യം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കും. പിന്നെ നിക്ഷേപകരുടെ ലോകം എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കും. അതിൽ നിന്ന് നമുക്ക് ഏറ്റവും അനുയോജ്യരായവരെ കണ്ടെത്തും. അവരെ എങ്ങനെ സമീപിക്കണമെന്ന് പ്ലാൻ ചെയ്യും. അവസാനം വിജയത്തിലേക്കുള്ള ഒരു ഫൈനൽ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ശരി, ഇതാണ് നമ്മുടെ യാത്രയുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഏതൊരു വലിയ കാര്യവും തുടങ്ങുന്നത് ശരിയായൊരു ചോദ്യം ചോദിക്കുന്നതിലൂടെയാണ്, അല്ലേ? ഫണ്ടിങ്ങിന്റെ കാര്യത്തിലും അതങ്ങനെ തന്നെയാണ്. ഇതാണ് ആ ചോദ്യം. ഒരു സ്റ്റാർട്ടപ്പ് സ്ഥാപകനെന്ന നിലയിൽ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്റെ സ്റ്റാർട്ടപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കും എന്റെ സ്വപ്നങ്ങൾക്കും ചേർന്ന നിക്ഷേപകർ ആരാണ്? അവരെ എങ്ങനെ എന്റെ സംരംഭത്തിലേക്ക് ആകർഷിക്കാൻ കഴിയും? ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. ഒരു യാത്ര പോകും മുൻപ് നമ്മൾ ആ സ്ഥലത്തെക്കുറിച്ച് നന്നായിട്ടൊന്ന് പഠിക്കില്ലേ? ആരൊക്കെയാണ് അവിടെ ഉള്ളത്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊക്കെ. അതുപോലെ തന്നെയാണ് ഇതും. നിക്ഷേപകരെ സമീപിക്കുന്നതിന് മുൻപ് ഈ ഫണ്ടിംഗ് ലോകം എന്താണെന്നും അതിലെ പ്രധാന കളിക്കാർ ആരൊക്കെയാണെന്നും നമുക്ക് ശരിക്കൊന്ന് മനസ്സിലാക്കാം. നോക്കൂ, നിക്ഷേപകർ എന്ന് പറയുമ്പോൾ പലതരക്കാരുണ്ട്. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് സ്വന്തം പണം നിക്ഷേപിക്കുന്ന വ്യക്തികളാണ്. വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനങ്ങൾ വലിയ വളർച്ച ലക്ഷ്യമിടുന്ന പ്രൊഫഷണൽ ഗ്രൂപ്പുകളാണ്. പിന്നെ സർക്കാർ പദ്ധതികളുണ്ട്, ബാങ്കുകളുണ്ട്, വലിയ കമ്പനികൾ തന്നെ നിക്ഷേപിക്കുന്ന കോർപ്പറേറ്റ് ഇൻവെസ്റ്റേഴ്സുണ്ട്. ഇതിൽ ഓരോ കൂട്ടർക്കും അവരവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ പറ്റി സംസാരിക്കാം. പലപ്പോഴും ഒരു ഫൗണ്ടർക്ക് കിട്ടുന്ന ആദ്യത്തെ സ്മാർട്ട് മണി എന്ന് പറയുന്നത് ഇവരിൽ നിന്നായിരിക്കും. എന്തുകൊണ്ടെന്നാൽ അവർ പണം മാത്രമല്ല തരുന്നത്, അവരുടെ അനുഭവസമ്പത്തും വിലയേറിയ ഉപദേശങ്ങളും ഇൻഡസ്ട്രിയിലെ കോൺടാക്റ്റുകളും കൂടിയാണ്. ഇനി വെഞ്ചർ ക്യാപിറ്റൽ, അതായത് VC-കൾ, ഇവർ കുറച്ചുകൂടി പ്രൊഫഷണൽ കളിക്കാരാണ്. അതിവേഗം വളരാൻ സാധ്യതയുള്ള സ്റ്റാർട്ടപ്പുകളിലാണ് ഇവർ പണം മുടക്കുന്നത്. നിങ്ങൾക്കൊരു VC ഫണ്ടിംഗ് കിട്ടിയാൽ അതൊരു നീണ്ടതും വളരെ വേഗതയേറിയതുമായ ഒരു യാത്രയുടെ തുടക്കമായിരിക്കും. കാരണം അവർ നിങ്ങളുടെ ബിസിനസ് വളർത്തുന്നതിൽ സജീവമായി ഇടപെടും. അപ്പോൾ ഇനിയാണ് ശരിക്കുള്ള കളി. ഇത് ഫണ്ടിങ്ങിന്റെ ഒരു ഡേറ്റിംഗ് ഗെയിം പോലെയാണ്. ഏതെങ്കിലും ഒരു പാർട്ണറെ കണ്ടെത്തിയാൽ പോരാ, നമുക്ക് ഏറ്റവും അനുയോജ്യനായ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെ തന്നെ കണ്ടെത്തണം. വെറുതെ പണത്തിന്റെ മാത്രം കാര്യം നോക്കരുത്. നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എന്റെ വിഷൻ മനസ്സിലാക്കി അത് യാഥാർത്ഥ്യമാക്കാൻ എന്നെ സഹായിക്കുന്ന ശരിയായ സ്ട്രാറ്റജിക് പാർട്ട്ണർ ആരാണ്? ആ ചോദ്യമാണ് പ്രധാനം. ഒരു നിക്ഷേപകനെ തിരഞ്ഞെടുക്കുമ്പോൾ പൈസ മാത്രം നോക്കിയാൽ പോരാ, അത് വലിയൊരു അബദ്ധമാകും. അവർക്ക് നിങ്ങളുടെ ഇൻഡസ്ട്രിയെപ്പറ്റി വല്ല ധാരണയുമുണ്ടോ? എത്ര പെട്ടെന്ന് അവർ തീരുമാനങ്ങളെടുക്കും? മാർക്കറ്റിൽ അവർക്ക് എന്തു പേരാണുള്ളത്? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ഇതൊക്കെ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന്റെ ഭാവിയെ നേരിട്ട് ബാധിക്കും. ഇത് നിങ്ങളുടെ സ്വന്തം സ്കോർ കാർഡാണ്. ഇത് വെച്ച് ഓരോ ഇൻവെസ്റ്ററെയും നിങ്ങൾക്ക് വിലയിരുത്താം. നിങ്ങളുടെ ഇൻഡസ്ട്രി, നിങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലം, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ട ഫണ്ടിന്റെ അളവ്, ഇതെല്ലാം വെച്ച് ഓരോരുത്തരും നിങ്ങൾക്ക് എത്രത്തോളം ചേർന്നവരാണെന്ന് മനസ്സിലാക്കാൻ ഈ ടേബിൾ നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ റൂട്ട് മാപ്പ് ഉണ്ട്. എവിടെ എത്തണം എന്നും അറിയാം. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമാണ്, അല്ലേ? ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്ലാനുകളെല്ലാം എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിനെക്കുറിച്ചാണ്. കാര്യങ്ങൾ സിമ്പിളാക്കാൻ ഇതാ ഒരു 5 സ്റ്റെപ്പ് പ്ലാൻ. ആദ്യം ഏറ്റവും സാധ്യതയുള്ളൊരു 10 നിക്ഷേപകരുടെ ലിസ്റ്റ് ഉണ്ടാക്കുക. പിന്നെ അവരെ കാണിക്കാൻ വേണ്ട ഇൻവെസ്റ്റർ ഡെക്കും കണക്കുകളും റെഡിയാക്കുക. അവരുമായി ബന്ധപ്പെടുക, മീറ്റിംഗുകൾ നടത്തുക, അവസാനം കാര്യങ്ങളെല്ലാം സംസാരിച്ചുറപ്പിക്കുക. ഈയൊരു ഓർഡറിൽ പോയാൽ കാര്യങ്ങൾ എളുപ്പമാകും. ഈ ടൈം ലൈൻ നോക്കൂ, ഇത് നമുക്കൊരു ധാരണ തരും, അല്ലേ? ആദ്യത്തെ കോൺടാക്റ്റ് മുതൽ ഡീല് ക്ലോസ് ചെയ്യുന്നതുവരെയുള്ള ഓരോ ഘട്ടത്തിനും ഒരു ടാർഗറ്റ് ഡേറ്റ് വയ്ക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊരു വേഗതയും ദിശാബോധവും നൽകും. ഇതൊരു റിയലിസ്റ്റിക് പ്ലാനാണ്. അപ്പോൾ നമ്മൾ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചതെല്ലാം ചേർത്ത് വെച്ച് നമ്മുടെ ഫൈനൽ ബ്ലൂ പ്രിന്റ്, വിജയത്തിലേക്കുള്ള നമ്മുടെ സ്വന്തം രൂപരേഖ ഉണ്ടാക്കാൻ പോവാണ്. എന്റെ ഒരു പ്രധാനപ്പെട്ട ഉപദേശം ഇതാണ്: വെറുതെ 100 പേരുടെ പുറകെ ഓടിയിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് ഏറ്റവും ചേർന്ന ആ ടോപ്പ് 3 ഇൻവെസ്റ്റേഴ്സിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ മുഴുവൻ ഊർജ്ജവും അവരിൽ കേന്ദ്രീകരിക്കുക. ഓർക്കുക, ക്വാളിറ്റിയാണ്, ക്വാണ്ടിറ്റിയല്ല പ്രധാനം. നിങ്ങൾക്ക് എത്ര പണം വേണം? ആ ഒരു സംഖ്യ നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടാവണം. വെറുതെ ഒരു സംഖ്യ പറഞ്ഞാൽ പോരാ. എന്തിനാണ് ഈ പണം, എങ്ങനെയാണ് നിങ്ങളത് ഉപയോഗിക്കാൻ പോകുന്നത് എന്നൊക്കെ കൃത്യമായ കണക്കുകൾ വെച്ച് ന്യായീകരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അത് നിങ്ങളുടെ ഗൗരവത്തെയും തയ്യാറെടുപ്പിനെയുമാണ് കാണിക്കുന്നത്. ഒരു കാര്യം ഓർക്കുക, ശരിയായ നിക്ഷേപകൻ
പണം തരിക മാത്രമല്ല ചെയ്യുന്നത്, അവർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇന്ധനം നൽകുകയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയ ആ ചോദ്യത്തിലേക്ക് തിരികെ വന്നാൽ അതിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള വഴികാട്ടി ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ആത്മവിശ്വാസത്തോടെ ആദ്യ ചുവട് വയ്ക്കാൻ സമയമായി. യാത്ര തുടങ്ങാം.